ഗായ്സ് നമുക്കിന്ന് ഈ ഒരു സ്റ്റോൺ വെച്ചിട്ട് ഒരു കമ്മൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഇതുപോലൊരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റാണ്. എൻ്റെ അടുത്ത് സാധാ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വേറൊരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് എടുത്തതാണ്. അതുകൊണ്ട് കേട്ടോ ബാക്കിൽ അങ്ങനെ. ഇനി നമുക്ക് B7000 വേണം. എൻ്റെ തീർന്നോട് ഞാൻ കട്ട് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ എടുക്കല്ലോ കേട്ടോ, അല്ലാണ്ട് കിട്ടില്ല ഗൈസ്. അപ്പം ഞാനത് അതിനകത്തോട്ട് പശ തേച്ചിട്ട് ഇതുപോലെ സ്റ്റോൺ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതുപോലെ സ്റ്റോൺ ചെയിന് ചുറ്റിലും ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പം നല്ലൊരു ഭംഗി ഉണ്ടാവും ഗായ്സ്. അപ്പം ഞാനത് ഒട്ടിച്ചെടുത്തു. പിന്നെ നമുക്ക് ഈ ആ ഒരു ഗോൾഡൻ കളർ ബീഡ് ഇങ്ങനെ ചുറ്റിൽ ഒട്ടിച്ചെടുക്കാം. അത് ഞാൻ വിചാരിച്ചത് നിൽക്കൂല എന്നാണ്, പക്ഷേ നല്ലോണം നിന്നിട്ടുണ്ട് കേട്ടോ. കാരണം പശൻ്റെ സ്ട്രോങ് കൊണ്ടായിരിക്കും. അത് ഒട്ടിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഞാനിത് ആ ഒരു സ്റ്റോണ് ചുറ്റിലിങ്ങനെ ഒട്ടിച്ചെടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഒട്ടിക്കാം, ചരിക്കാം, വളയ്ക്കാം, എങ്ങനെയാണ് ഒട്ടിക്കാം. ഞാനിപ്പോൾ എങ്ങനെയാണ് ഒട്ടിക്കുന്നത്, ചെറുതായിട്ട് ചരിഞ്ഞു പോയി. പിന്നെ ഗൈസ് വീണ്ടും ഞാൻ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചെടുത്തു. ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ ഇപ്പോഴേ കാണിക്കുകയാണ്, കാരണം ഫോണിൽ സ്റ്റോറേജ് ഫുള്ളായതുകൊണ്ട് പിന്നെ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതാട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി ഗൈസ്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നും ചെയ്യാൻ നിങ്ങളോട് മറന്നു പോരുത്. അപ്പോൾ ബൈ.